മദ്രാസ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൻ്റെ ഒരു പശ്ചാത്തലമാണ് ചിത്രകലാരംഗത്ത് 70കളിൽ ഉണ്ടായിരുന്നത്. 85 ശേഷം വന്ന ബറോഡ ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സ് അതിൻ്റെ പ്രോഡക്റ്റായ ഗുലാം അഹമ്മദിൻ്റെയും KG സുബ്രഹ്മണ്യത്തിൻ്റെയും ശിഷ്യനായ ശ്രീ അജയ് കുമാറാണ് ഇന്ന് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹം ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. രണ്ട് വിരുദ്ധ ധാരകളാണ്, വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള രണ്ടുപേർ. ഈ ബന്ധത്തെക്കുറിച്ച് വാസ്തവത്തിൽ ഇത് രണ്ട് വിരുദ്ധധാരകളല്ല. അല്ല, പൊതുവെ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് അതൊരു ഈ ചിത്രകലയെ വളരെ ഗൗരവത്തിൽ കാണുന്നവരുടെ ഇടയിൽ അങ്ങനെ ഒരു ധാരണയില്ല. അല്ലാതെ പോപ്പുലറായിട്ട് ആ രീതിയിലൊരു ഒരു ചിന്തയുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്പൂതിരിയെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ ഞാൻ കൊല്ലത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. അത് 77-ലാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നൊരു എൻ്റെ വിഷയം എക്കണോമിക്സ് ആയിരുന്നു. പക്ഷേ ചിത്രകല പഠിക്കാനാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായത്. ആ സമയത്ത് കൊല്ലത്ത് ടി കെ ദിവാകരൻ സ്മാരകം, ആ സ്മാരകത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ ആ സ്ഥലത്തു കൂടി പോകാറുണ്ട്, ഒരു വിദ്യാർത്ഥി കോളേജിൽ നിന്ന്. അപ്പോൾ അന്ന് കണ്ട നമ്പൂതിരി ശരിക്കൊരു രേഖാചിത്രകാരനായ നമ്പൂതിരിയല്ല, മറിച്ച് സിമൻറ്റ് കൊണ്ട് ഈ റിലീഫ് ശില്പങ്ങൾ നിർമ്മിക്കുന്ന നമ്പൂതിരിയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ധാരണ, പിന്നീടും അതെനിക്ക് കൂടുതൽ അരക്കിട്ട് ഉറപ്പിച്ചിട്ടുള്ളേ ഉള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്പൂതിരി പ്രാഥമികമായും ഒരു ശില്പിയാണെന്ന്. രേഖാചിത്രകല ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര രീതി തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം കൂടുതൽ ശില്പകലയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശില്പകലയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാധ്യമം എങ്കിൽ കേരളത്തിൽ നമുക്കൊരു വലിയ ശില്പകാരനെ കിട്ടുമായിരുന്നു. ഇത് KGSൻ്റെ കാര്യത്തിലും സത്യമാണോ അല്ലേ? ശരിക്കും ആ ഒരു സ്വാധീനമുണ്ടോ ശില്പങ്ങളോടുള്ള പ്രണയം? അത് ഈ മദ്രാസിൽ പൊതുവെ ഈ രേഖാചിത്രങ്ങൾക്ക്, അതായത് ഡ്രോയിങ്സിന് പ്രാധാന്യം കൂടിയിരുന്നു ഒരു കാലത്ത് വളരെയധികം. എന്നുവെച്ചാൽ അത് വളരെ കാര്യമായി പഠിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം മിക്കവാറും ചിത്രകാരന്മാർക്കും ഉണ്ടാവും. അതിൽ കുറേ മലയാളികൾക്ക് ഇത് കൂടുതൽ ഈ രേഖകളോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനും സെക്രട്ടറിയും ആയിരുന്നു ഏകദേശം 8 വർഷത്തോളം അല്ലേ? അതെ. എന്നിട്ടും സാധാരണ ചെയർമാൻ സെക്രട്ടറി ഫ്രിക്ഷനുകൾ ഉണ്ടാവാറുള്ളതാണ്. വളരെയധികം സൗഹൃദപരമായി പോയ 8 വർഷങ്ങൾ. ആ ഒരു വ്യക്തിബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതും. എനിക്ക് ഒരിക്കലും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരിക്കില്ല നമ്പൂതിരി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഏതൊക്കെയോ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ പറയണോ, അതിനാണല്ലോ ഈ സമാഗമം. പലപ്പോഴും അദ്ദേഹം ഒരു സുഹൃത്താണ്. വളരെ അപൂർവമായ സമയങ്ങളിൽ മാത്രമേ അദ്ദേഹം ഏതെങ്കിലും ഉപദേശിക്കാറുള്ളൂ. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ അംശവും. ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്പൂതിരി അതാണ്. അതുമാത്രം ഒരു ബന്ധങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിനല്ല അദ്ദേഹം പ്രാധാന്യം കൊടുക്കാറുള്ളത്, മറ്റു വ്യക്തികൾക്കാണ്. ആത്മകഥ എഴുതുമ്പോൾ പോലും അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റുള്ളവരെ കുറിച്ചാണ്. അത് ആത്മകഥയായിട്ടേ പറയാൻ പറ്റില്ല, കാരണം അത് പലരുടെയും കഥയാണ്. ഈ ആത്മരേഖകൾ എന്നുള്ള ആ പുസ്തകത്തിൻ്റെ വിജയം അതാണ്. കാര്യം അതിലെ മൺമറഞ്ഞു പോയവരും ഒരിക്കലും മൺമറഞ്ഞു പോയിക്കൂടാത്തവരുമായ മനുഷ്യരുടെ ഛായാചിത്രങ്ങളാണ് അതിൽ കാണുന്നത്. ഇതൊരു കാര്യം. ഇതോടൊപ്പം തന്നെ നർമ്മബോധം, ഇത് ഞങ്ങൾക്ക് വളരെ, ഞങ്ങളുടെ ഈ സൗഹൃദത്തിൻ്റെ വളരെ ഊഷ്മളമായ അംശം അതാണ്. കാര്യം ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. കേരളം മുഴുവൻ മിക്കവാറും ഈ അക്കാഡമിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ നർമ്മബോധം വാസ്തവത്തിൽ ഏത് നിർണായക സമയങ്ങളിലും സംഘർഷഭരിതമായ സമയത്തും വളരെ ട്രാങ്കുലൈസറായിട്ട് തീർച്ചയായിട്ടും. വളരെയധികം നന്ദിയുണ്ട് ശ്രീ അജയൻ.